നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിസയ്ക്കുള്ള അപേക്ഷ തിങ്കളാഴ്ച വരെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന മുന്നറിയിപ്പാണ് പുറത്തു വന്നിട്ടുള്ളത്. സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയമാണ് തീർത്ഥാടകർക്ക് ഇത്തരം ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഹജ്ജ് കർമ്മത്തിനു ശേഷമായിരിക്കും പുതിയ ഉംറ സീസൺ ആരംഭിക്കുക. നിലവിലെ ഹജ്ജ് സീസൺ ഇന്ന് അവസാനമായി സ്വീകരിക്കുന്ന അപേക്ഷകർ ഉംറ ചെയ്ത് മടങ്ങുന്നതോടെ അവസാനിക്കും. അതിനുശേഷം ഹജ്ജ് കർമ്മത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന തിരക്കിലായിരിക്കും അധികൃതർ. ആഭ്യന്തര വിദേശ ഹാജിമാരടക്കം ഈ വർഷം 10 ലക്ഷം പേർ വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുമെന്ന് സൗദി ഹജ്ജ് മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു. ഓരോ രാജ്യങ്ങൾക്കും നിശ്ചിത കോട്ട നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് പ്രകാരമായിരിക്കും തീർത്ഥാടകർക്ക് ഹജ്ജിന് അനുമതി നൽകുക. ഹജ്ജ് കർമ്മത്തിനുള്ള പെർമിറ്റിനായുള്ള വ്യാജ വെബ്സൈറ്റുകളെ കരുതിയിരിക്കണമെന്ന് അധികൃതർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത്തവണ ഹജ്ജ് കർമ്മത്തിന് ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മാത്രമായിരിക്കും ഇത്തവണ ഹജ്ജിന് അനുമതി നൽകുക എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട നിബന്ധന. കോവിഡ് വ്യാപനത്തിന് മുൻപ് ഇത്തരമൊരു നിബന്ധന ഉണ്ടായിരുന്നില്ല. ഹജ്ജ് തീർത്ഥാടകർ സൗദി ആരോഗ്യ മന്ത്രാലയം അംഗീകരിച്ച കോവിഡ് വാക്സിൻ എടുത്തിരിക്കണം. സൗദിയിലേക്ക് വരുന്നതിന് 72 മണിക്കൂർ മുമ്പെടുത്ത PCR പരിശോധനാ ഫലവും നിർബന്ധമാണ്. അതേസമയം ഈ വർഷത്തെ ഹജ്ജ് കർമ്മം സുഗമമാക്കുവാൻ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം ഔദ്യോഗിക വക്താവ് ഹിഷാം സയീദ് പറഞ്ഞു. ഹാജിമാർക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുവാനായി ഹജ്ജ് കർമ്മത്തിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ കൂടുതലായി ഉപയോഗപ്പെടുത്തും. ഇതിലൂടെ സേവന കാര്യത്തിൽ മന്ത്രാലയത്തിന് നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷ പങ്കുവച്ചു. വിവിധ വിഭാഗങ്ങളെ സംയോജിപ്പിച്ച് പുണ്യസ്ഥലങ്ങളിലും സുരക്ഷാ സംവിധാനത്തിലും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കും. ഇതിനായുള്ള പ്രധാന പദ്ധതികൾ ഈ വർഷത്തെ ഹജ്ജിൽ ഉണ്ടായിരിക്കുമെന്ന് സൗദി അറേബ്യയുടെ ഔദ്യോഗിക വാർത്താ ചാനലിനോട് സംസാരിക്കവേ ഹിഷാം സയീദ് വിശദീകരിച്ചു. ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുവാനുള്ള ക്രൗഡ് മാനേജ്മെന്റിലും ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കും. ദൈവത്തിന്റെ വിശുദ്ധ ഭവനം സന്ദർശിക്കുന്നവർക്ക് ഹജ്ജ് കർമ്മങ്ങൾ സുഗമമാക്കുകയും അവരുടെ സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.